നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഔട്ട്പുട്ടിൽ ഉള്ള ഈ ട്യൂബിലേക്കുള്ള നോബ് ഇപ്പോൾ ക്രോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കുമ്പോൾ ദാറ്റ് ഷോസ് ഇറ്റ് ഈസ് ലോക്ക്ഡ്. അപ്പോൾ ഇതിനെ നേരെയാക്കി കഴിയുമ്പോൾ, അതായത് പാരലാക്കി കഴിയുമ്പോഴാണ് ഇതിനകത്തൂടെ ഗ്യാസ് ഫ്ലോ നടക്കുന്നത്. ഇതേ ഞാനിതിനെ നേരെയാക്കി ഇപ്പം ഇതിലേ കൂടെ ഗ്യാസ് പൊക്കോളും. ഈ ഹോൾസ് ഭയങ്കര വലുതാണ്. ഈ ഗ്യാസ് ഫിൽറ്റേർഡ് അല്ലാത്തത് കൊണ്ട് മാക്സിമം ഗ്യാസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഹോൾസ് വലുതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സാധനം വെച്ചാലും ആദ്യമേ പാത്രം വയ്ക്കുക, പിന്നീടാണ് നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ടത്. നോക്കിക്കോണേ, ഇങ്ങനെയൊരു വരവ് വരും. ഇനി നമുക്കിതിനെ ചെറുതാക്കിയാൽ മതി. സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വെക്കാൻ ഇത് ബെസ്റ്റ് സംഭവട്ടോ. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റി നമ്മുടെ ഫ്ലെയിമിനെ ഹൈ ഫ്ലെയിമിലാക്കാം. ഇത്രേ ആളിക്കത്തും. നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മോർണിംഗ് തന്നെ കിട്ടും. നല്ല ഹൈ ഫ്ലെയിമാണ്, നല്ല തീയുമുണ്ട്. സോ ഏതൊരു വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ്. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നമുക്ക് ഗ്യാസ് കിട്ടും. ഇനി ഞാൻ ഇതിനെ ഒന്ന് കുറയ്ക്കുവാണ്. കുറച്ചു. ഹലോ, ഇതേ പലരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. എൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഗ്യാസ് എവിടെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നതെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇവിടെ ആയിരുന്നു പണ്ട് നമ്മുടെ അടുപ്പ് വെച്ചിരുന്നത്. ഇത് ചിമ്മിനിയാണ് മുകളിലോട്ട്. കാലം മാറിയപ്പോഴേ കോലവും മാറി, വിറകടുപ്പൊക്കെ മാറ്റി ഇപ്പം ഇത് ഇങ്ങനെയാക്കി. പക്ഷേ ആ അടുപ്പിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു അടുപ്പിനെ തന്നെ തിരിച്ചു വെച്ചു, നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്റ്റൗവ്. ഇത് തന്നെയാണ് നമ്മുടെ ബയോഗ്യാസിൻ്റെ ഒരു സ്റ്റൗ വെക്കാനുള്ള ബെസ്റ്റ് പ്ലേസ്. ഈ ട്യൂബ് വഴി വന്ന് നമ്മുടെ ഈ സ്റ്റൗവിലേക്ക് ഇങ്ങനെയാണ് ഗ്യാസ് കയറുന്നത്. ഈ സ്റ്റൗവിൻ്റെയൊക്കെ സൈഡിലാണ് കണക്ഷൻ വരുന്നത്. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ തരുന്നതാണ് ഈ ഒരു സ്റ്റൗവ്. ഇതിൻ്റെ നോബ് ഇങ്ങനെയാണ്. ഇതിനകത്തൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഈ വരുന്ന ഗ്യാസ് ഫിൽറ്റേർഡോ പ്യൂരിഫൈഡോ ഒന്നുമല്ല. ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ആ വെള്ളം കണ്ടൻറ്റ് വന്ന് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ നോബിൽ കയറി തുരുമ്പ് വരും. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളിതിനെ മാറ്റി വേറൊരു സ്റ്റൗ വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ് സെക്കൻഡ് സ്റ്റൗവ്. അപ്പോൾ ഇത് കൊണ്ടുപോയി ഇനി ബയോടെക്കിൽ സർവീസ് ചെയ്യണം. ഇത് 6 വർഷം മുമ്പ് അവർ തന്ന സ്റ്റൗ ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റൗവ്. ഇതും സിംഗിൾ ബേർണറിൻ്റെ ആണ്. ഇതും നമ്മുടെ സ്റ്റൗ കടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനപ്പോൾ ഇത് നോബ് ഇങ്ങനെയാണ്, നമ്മുടെ സാധാരണ നമ്മൾക്ക് ഉള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ പോലെ തന്നെ. ഇതിനും ഇൻപുട്ട് സൈഡിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇതിങ്ങോട്ട് നമുക്ക് ഈ ട്യൂബ് ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് ഫിക്സ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഗ്യാസ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലേ വഴി ഗ്യാസ് മുഴുവൻ ലീക്കാകും. അതിനായിട്ട് നമ്മൾ വെളിയിൽ പോകണം. നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഗ്യാസ് തരുന്ന നമ്മുടെ സ്വന്തം ബയോഗ്യാസ് പ്ലാന്റാണിത്. നിറഞ്ഞു നിൽക്കുക കേട്ടോ, ഗ്യാസ് നിറച്ച് ഗ്യാസുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം. ഒരു 1 അവറിലേക്കുള്ള ഗ്യാസ് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഈ ഡ്രമ്മിൽ ഇപ്പം നിറഞ്ഞ് ഗ്യാസ് നിൽക്കുകയാണല്ലോ. ഇവിടെ നിന്നുള്ള ഈ ഗ്യാസ് ഈ ട്യൂബ് വഴി കയറി നമ്മുടെ കിച്ചണിലേക്ക് പോകും, വർക്ക് ഏരിയയിൽ. അപ്പം ഇപ്പം നമുക്കവിടെ സ്റ്റൗ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ഗ്യാസിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. ഇതാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം, ഈ മഞ്ഞയായിട്ട് കാണുന്ന ഇത്. അപ്പോൾ ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാം. യെസ്, ഇപ്പം നമ്മളുടെ ഗ്യാസ് നമ്മൾ ലോക്ക് ചെയ്തു. ഇനി നമുക്ക് അവിടെ പോയി നമ്മുടെ സ്റ്റൗ ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഇതങ്ങ് ഊരാം. ഇപ്പോൾ ഗ്യാസ് നമ്മൾ വെളിയിൽ ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ പിടിച്ചങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. യെസ്, ഇനി നമുക്ക് അടുത്ത സ്റ്റൗ ഫിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ സ്റ്റൗ സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച സ്റ്റൗ. അപ്പോൾ ഇതാണ് നമ്മളിനി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് കയറ്റി വയ്ക്കുക, പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ടൈറ്റായിട്ടിരുന്നു.
ഇനി നമുക്ക് നമ്മുടെ നോബ് അൺലോക്ക് ചെയ്യണം. നമ്മുടെ ഈ ഗ്യാസിൻ്റെ ഔട്ട്പുട്ടിൽ ഉള്ള ഈ ട്യൂബിലേക്കുള്ള നോബ് ഇപ്പോൾ ക്രോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ടിരിക്കുമ്പോൾ ദാറ്റ് ഷോസ് ഇറ്റ് ഈസ് ലോക്ക്ഡ്. അപ്പോൾ ഇതിനെ നേരെയാക്കി കഴിയുമ്പോൾ, അതായത് പാരലാക്കി കഴിയുമ്പോഴാണ് ഇതിനകത്തൂടെ ഗ്യാസ് ഫ്ലോ നടക്കുന്നത്. ഞാനിതിനെ നേരെയാക്കി ഇപ്പം ഇതിലേക്കൂടെ ഗ്യാസ് പൊക്കോളും. ഇനി നമുക്ക് വർക്ക് ഏരിയയിൽ പോയി കത്തിക്കാം. ഈ വരുന്ന ഗ്യാസേ പ്യൂരിഫൈഡും ഫിൽറ്റേർഡും ഒന്നുമല്ല, അതുകൊണ്ടും ദോഷങ്ങളുണ്ട് കേട്ടോ. കാരണം ഇതിനകത്ത് വെള്ളത്തുള്ളികൾ വരും. അപ്പം നമ്മുടെ സ്റ്റൗവിലെ ഗ്യാസ് തീയ കെട്ടുവണഞ്ഞും ഇരിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ് കെട്ടുപോകും. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ട്യൂബിനെ പിടിച്ച് പൊക്കി ഈ ഡ്രമ്മിൻ്റെ ഇങ്ങോട്ടാക്കി വിടും. അപ്പോൾ ഇങ്ങനെ വെള്ളം തിരിച്ച് ഇതിലേക്ക് ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രമ്മിനെ ഒന്ന് കറക്കിയും വിടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലോ പിന്നെ സ്റ്റഡിയാകും. അപ്പോൾ ഇതിനകത്താണ് ആ വെള്ള പാർട്ടിക്കിൾസ് കിടക്കുന്നത്. ആ വെള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് നമ്മുടെ സ്റ്റൗവ് സ്റ്റക്കാകുന്നതും മെയിൻ റീസൺ. പിന്നെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വെള്ളം ഒളിച്ചു വീണും ആ സ്റ്റൗവിൻ്റെ ആ മെറ്റൽ പോർഷനിലെത്തും. അതും ഒരു കാരണം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്റ്റൗ കത്തിക്കാനായിട്ട് ഈ ഗ്യാസ് ലൈറ്റർ പറ്റൂല. ഇത് നമ്മുടെ സാധാ LPG ഗ്യാസിൻ്റെ സ്റ്റൗ കത്തിക്കുന്ന ലൈറ്ററാണ്. കാരണം ഇതിനകത്ത് വരുന്ന തീ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡാണ്. അത് വെച്ച് നമുക്ക് അതിനെ കത്തിക്കാൻ പറ്റില്ല. നമുക്ക് ഐദർ തീപ്പെട്ടി ഓർ നമ്മുടെ സിഗരറ്റ് ലൈറ്റർ. അപ്പം ഞങ്ങൾ യൂഷ്വലി ഇവിടെ യൂസ് ചെയ്യുന്നത് സിഗരറ്റ് ലൈറ്ററാണ്. ഈ ബയോടെക്കുകാർ തരുന്ന സ്റ്റൗവിലാണെങ്കിലേ ഈ ഹോൾസ് ഭയങ്കര വലുതാണ്. ഈ ഗ്യാസ് ഫിൽറ്റേർഡ് അല്ലാത്തത് കൊണ്ട് മാക്സിമം ഗ്യാസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഹോൾസ് വലുതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ പാത്രം വയ്ക്കുക, പിന്നീടാണ് നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ടത്. നോക്കിക്കോണേ, ഇങ്ങനെയൊരു വരവ് വരും. ഇനി നമുക്കിതിനെ ചെറുതാക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലെ അടുപ്പ് കത്തിച്ചത്. സാധാരണ നമ്മുടെ ഗ്യാസ് പോലെ തന്നെ കത്തും. പിന്നെ അത്രയും പവറില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഏത് സാധനം വെച്ചാലും മൂടി തന്നെ വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഗ്യാസ് അധികം വേസ്റ്റേജ് വരികയില്ല. നമ്മൾ രാവിലെ ചോറ് വയ്ക്കുന്നത് തൊട്ട് ഇതിലങ്ങ് തുടങ്ങും കേട്ടോ. പിന്നെ മീൻ, ചിക്കന് അങ്ങനെയൊക്കെയുള്ള സ്ലോ കുക്കിംഗ് ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ ബയോഗ്യാസ്. പണ്ട് നമ്മൾ അടുപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. കാരണം നമുക്ക് തീ അഡ്ജസ്റ്റ് ചെയ്തിടാം, വലിയ ഫ്ലെയിമും വരത്തില്ല. നമ്മുടെ ഈ സ്റ്റൗവ് നമ്മൾ സ്റ്റൗ കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. ഇതിൻ്റെ ഹോൾസൊക്കെ നോർമൽ നമ്മുടെ മറ്റുള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ ബേണറിൻ്റെ ഹോൾസ് പോലെയാണ്. അതുകൊണ്ട് ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഗ്യാസും അതുപോലെയാണ് വരുന്നത്, ഫ്ലെയിമും അതുപോലെ തിന്നായിട്ടാണ്. എന്നാൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുകാർ തരുന്നതെന്ന് വെച്ചാൽ ഹോൾസ് വലുതാണ്, അപ്പം വലിയ ഫ്ലെയിമാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ ഗ്യാസ് കടയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റൗ വെച്ചുള്ള ഫ്ലെയിം. ഇതിൻ്റെ ഹോൾസൊക്കെ ചെറുതാണ്, അതനുസരിച്ചുള്ള ഫ്ലെയിമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഗ്യാസ് തരുന്ന നമ്മുടെ സ്വന്തം ബയോഗ്യാസ് പ്ലാന്റാണിത്. ഒരു 1 hourലേക്കുള്ള ഗ്യാസ് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്.